ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാനേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഒരു കാര്യവും പരസ്പരം മറച്ചു വച്ചിട്ടില്ല. ഇതങ്ങനെയാണോ? എന്നാലും ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോ ആര്യൻ ആനന്ദേട്ടനോടൊന്ന് സംസാരിച്ചൂടെ? എടോ, നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുന്നത് പോലെയല്ല പലരുടെയും ജീവിതം. അവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്നും ഏട്ടൻ അനുഭവിച്ചത് എന്താണെന്നൊക്കെ അത് ഏട്ടനല്ലേ അറിയൂ. ഏട്ടത്തിക്ക് വേണ്ടി സംസാരിച്ച് ഏട്ടനെ സമ്മർദ്ദത്തിലാക്കാൻ എനിക്ക് കഴിയില്ല. അതെ, നമ്മൾ ഇതും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല മിത്രേ. നേരെ ഒരുപാടായി, കിടക്കാൻ നോക്ക്. അല്ല, താൻ നാളെ പ്രാക്ടീസിന് പോകുന്നില്ലേ? പോണം. ആ, പ്രശ്നങ്ങളൊക്കെ വരും പോവും. അതിൽ പെട്ട് നമ്മുടെ സ്വപ്നങ്ങളൊന്നും തകർന്നു പോകരുത്. ഇല്ല ആര്യ, നാളെ മുതൽ ഞാൻ പ്രാക്ടീസിന് പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ മനസ്സിൽ എന്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, ആര്യന്റെ സ്വപ്നങ്ങളും കൂടി നേടിയെടുക്കണം എന്നുള്ള വാശിയുണ്ട്. ശരിയെന്നാ അച്ഛാ, നമുക്കിറങ്ങാം. നീ എങ്ങോട്ടാ? ഗോമതി സ്റ്റോറിലേക്ക്. ഇവന് അല്ല, നിനക്ക് ഫർണിച്ചർ കടയിൽ പോകണ്ടേ? അച്ഛാ, ആ ജോലി എനിക്കിനി താല്പര്യമില്ല. പെട്ടെന്ന് ജോലി വേണ്ടെന്ന് വെക്കണോ? അച്ഛാ, ദേവി പോയതിൽ പിന്നെ കടയിലെ കാര്യങ്ങൾ അച്ഛൻ ഒറ്റയ്ക്കല്ലേ നോക്കുന്നേ. ഞാനോട് കടയിൽ വന്ന അച്ഛനതൊരു സഹായമാവില്ലേ? ആ ഏട്ടാ, അതിനുവേണ്ടി ഏട്ടൻ ജോലി കളയണ്ട. കടയിലെ കാര്യങ്ങളൊക്കെ ഞാനും ആകാശേട്ടനും കൂടി നോക്കിക്കോളാം. വേണ്ടടാ, എനിക്കിനി ആ ജോലി താല്പര്യമില്ല. അതുകൊണ്ടുകൂടാ ആ ജോലി വേണ്ടെന്ന് വെച്ചത്. നല്ല ജോലിയല്ലേ ഏട്ടാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണ്ടെന്ന് വെച്ചാൽ പോരെ? നമ്മുടെ കടയിലിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. വെറുതെ എന്തിനാ ഞാൻ ആർക്കു വേണ്ടി കിടന്ന് വെയിലോടുന്നേ? അതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതൊട്ടുമില്ല. ബാലേട്ട, അവന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇവൻ കൂടെയുള്ളപ്പോ നമുക്കൊരു ആശ്വാസമാണല്ലോ. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. വാ മതി, പോയിട്ട് വരാം. ചെല്ല്. ശരി. ചെല്ലടാ. ഇവൻ സ്കൂട്ടർ എടുത്തില്ലേ? ആനന്ദേ, വാ. രാമേട്ടാ, ആനന്ദും ഇന്നു മുതൽ ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടെന്ന് വെച്ചാ? ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഗോമതി സ്റ്റോറിൽ. ഗോമതി സ്റ്റോറിലുണ്ടെന്നോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റാഫായിട്ട് ഇനി ഇവിടെ ഉണ്ട് രാമേട്ടാ, ഗോമതി സ്റ്റോറിൽ. എൻ്റെ ജോലി ഞാൻ വിട്ടു. നീ ജോലി വിട്ടിട്ട് ഇവിടെ എന്ന് പറയുമ്പോ? രാമേട്ടാ, തീരുമാനിച്ചു കഴിഞ്ഞ കാര്യ, അതിലിനി കൂടുതൽ സംസാരമൊന്നും വേണ്ട.
അവന്റെ മനസ്സിന്റെ സന്തോഷം ഇപ്പൊ പ്രധാനം. ഇവിടെ നിൽക്കുമ്പോഴായിരിക്കും അവന് സമാധാനം കിട്ടുന്നേ. നിന്നോട്ടെ. ആ പിന്നെ ഉണ്ടായിരുന്ന ഒരാൾ പോവുകയും ചെയ്തല്ലോ. രാമേട്ടനിപ്പോ പറഞ്ഞതുപോലെ ഞാനും അവനോട് ഉപദേശിച്ച നാളെ ഇനി ഇവനും ഇവിടെ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ. ഞാൻ കാരണം ഇവൻ ഇപ്പൊ തന്നെ വലിയൊരു വിഷമം അനുഭവിക്കുക. ഇനി ഇവിടെ പിടിച്ചു നിർത്തി അവന്റെ നല്ല ജോലി സാധ്യത ഇല്ലാതാക്കിയെന്നും പറഞ്ഞ് ഇനി ഒരു സമയത്ത് ദേഷ്യവും തോന്നാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു, അവൻ പക്ഷെ വഴങ്ങുന്നില്ല. രാമേട്ട, എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അച്ഛൻ പറഞ്ഞ പോലെ ഒരാളിന്റെ കുറവുണ്ട് ഗോമതി സ്റ്റോറിൽ. അതൊന്ന് നികത്തണം. ഞാൻ പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ദേവി പോയ ഒഴിവ് നികത്താനാണെങ്കിൽ ദേവിയെ തന്നെ കൊണ്ടുവന്നാ പോരെ? ഞാൻ പറഞ്ഞത് ദേഷ്യമായോടാ? ഇല്ല രാമേട്ട, ദേഷ്യമൊന്നും ആയില്ല. പക്ഷെ ഇനി രാമേട്ടൻ ദേവിയെക്കുറിച്ച് പറയണ്ട. ഞാൻ എന്നേക്കുമായി മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞ ആളാ ദേവി. എനിക്ക് അറിഞ്ഞുകൂടാത്ത മറ്റാരെക്കുറിച്ച് പറയുന്ന പോലെയാ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് രാമേട്ട, ഇനി ദേവിയുടെ വിഷയം സംസാരിക്കണ്ട. എനിക്ക് അറിഞ്ഞുകൂടാത്ത മറ്റാരെക്കുറിച്ച് പറയുന്ന പോലെയാ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് രാമേട്ട, ഇനി ദേവിയുടെ വിഷയം സംസാരിക്കണ്ട. ശരി മോനെ, ഞാനത് ഓർമ്മിച്ചോളാം. നിന്റെ തീരുമാനം അനുസരിച്ച് വേണമല്ലോ നിന്റെ ജീവിതം പോവാൻ. അപ്പൊ ആനന്ദേ, നീ ഉദ്ഘാടനം നടത്തിക്കോ. 2 പേർ അരിപ്പൊടി ദേ അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടന്റെ മൂത്ത മോനല്ലേ? ആ അതെ. ഇന്നു മുതലേ ആനന്ദ് ഇവിടുത്തെ സ്റ്റാഫാ. ആ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ബാല, പൈസ മേടിക്ക്. ബാല, ബാക്കിയോട്. ബാലേട്ടാ, അപ്പുറത്തെ ബഷീറിന്റെ കട കച്ചവടമായെന്ന് കേട്ടു. അത് കേസിൽപ്പെട്ട് കിടക്കുകയായിരുന്നില്ലേ? കേസൊക്കെ കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു ഇടപാടൊക്കെ. ആരെ വാങ്ങിച്ചേ? അതൊക്കെ രഹസ്യം, ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അവിടെ ഇതുപോലെ പ്രൊവിഷൻ സ്റ്റോർ തന്നെ വരാൻ പോകുന്നെന്നാ കേൾക്കുന്നത്. വരട്ടെ, പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ. ഒരാൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ. അതെ, ഗോമതി സ്റ്റോർ വരുമ്പോ ഈ ഭാഗത്ത് 1-2 കടകൾ വേറെ ഉണ്ടായിരുന്നു. സാരമില്ല, വരട്ടെ. ആരായിരിക്കും പുതിയ കട തുടങ്ങുന്നേ? ഒന്ന് അന്വേഷിക്കണോ? ആരും ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി. ഇനി മത്സരത്തിനൊന്നും വയ്യ, വലിയ ആഗ്രഹങ്ങളും ഇല്ല. എന്താ ചേട്ടാ, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണോ? ആ സാറേ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായല്ലോ അല്ലേ മനു? ഈ സൈഡ് മൊത്തം തീർന്നു സാറേ. ഇനി ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ബാക്കി. ഓക്കെ. പുതിയ കടയാണോ അച്യുതേട്ടാ? ആ, പുതിയതാ, ഉദ്ഘാടനം ആയിട്ടില്ല. ആണോ? കട ആരുടേതാ? പരിചയക്കാരുടെ ആരുടെങ്കിലും ആണോ? എടി, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇത് നമ്മുടെ കടയാ. നമ്മുടെയോ? അതേടി, ധർമ്മന്റെയും നിന്റെയും കട. നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നതേ ഈ ഷോപ്പാ. എന്ത്
ഇന്ദിരാ സ്റ്റോഴ്സ്. അയ്യോ, ഇന്ദിരാ സ്റ്റോഴ്സ് എന്റെ കട. എന്റെ ദൈവമേ. അയ്യോ, ധർമ്മേട്ടന്റെ കട, എന്റെ കട. അയ്യോ, നാളെ ഉദ്ഘാടനം ചെയ്യുന്ന കട. അയ്യോ, എന്റെ അച്ഛനേട്ടാ, ഞാൻ സ്വപ്നം കാണാനല്ലോ. എന്റെ അമ്മേ, സന്തോഷം കൂടിയിട്ട് എനിക്ക് സങ്കടം വരും അച്ഛനേട്ടാ. എന്റെ കട. അച്ഛനേട്ടാ, അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം, വണ്ടി കയറുന്നു പറഞ്ഞപ്പോ കമ്പനിയിൽ എങ്ങാണ്ട് പോവാണെന്നാ ഞാൻ കരുതിയേ. ശ്ശോ, ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴും എനിക്കൊന്നും പിടികിട്ടില്ല. അച്ഛനേട്ടൻ എന്തോ സാധനം വാങ്ങാൻ ഏതോ കടയിലോട്ട് കയറുന്ന തോന്നലായിരുന്നു എനിക്ക്. കട എങ്ങനെയുണ്ട്? അത് ചോദിക്കണോ? അടിപൊളി, സൂപ്പർ, കിടു. അച്യുതനൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അത് കൃഷ്ണമംഗലത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തതായിരിക്കും. അയ്യോ അയ്യോ അച്ഛനേട്ടാ, എന്താ? ഇപ്പോഴും ഒരു കാര്യം ഓർത്തെ. എന്താ? ഇതിന്റെ കുറച്ചു മാറിയല്ലേ ഗോമതി സ്റ്റോഴ്സ്? അതെ. അല്ല, അതിപ്പോ ധർമ്മേട്ടൻ അറിയുമ്പോ പ്രശ്നമാവില്ലേ? അത് കുഴപ്പമാവില്ലേ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പം അവനെ ഉണ്ടാക്കിയ അത് നേരത്തെ കൂട്ടിക്കണ്ടൊന്ന് തയ്യാറായിരിക്കാനാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നത്. നോക്ക്, നിങ്ങൾക്ക് കടയിട്ട് തന്നോളാന്ന് എനിക്ക് നേർച്ചയൊന്നുമില്ല. കൈയിരിക്കുന്ന ലക്ഷങ്ങൾ വെറുതെ എടുത്തങ്ങ് പൊട്ടിക്കാൻ എന്റെ തലയ്ക്ക് ഓളവും ഇല്ല. കരുതിക്കൂട്ടി തന്നെയാ ഈ കട ഞാൻ ബ്ലോക്ക് ചെയ്തേ. ധർമ്മന്റെ കട തുടങ്ങുന്നത് ബാലന്റെ കടയ്ക്ക് അടുത്ത് തന്നെ ആയിരിക്കണം. ഇന്ദിരാ സ്റ്റോർ വരുന്നതോടെ ഗോമതി സ്റ്റോർ വീഴണം. ഞാൻ ഈ കട തുടങ്ങിയതേ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ. ഗോമതി സ്റ്റോറിന്റെ അടുത്തായതിൽ നിനക്കെന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞോ, കട ഞാൻ മറ്റാർക്കെങ്കിലും മറിച്ചു കൊടുക്കാം. അയ്യോ അച്ഛനേട്ടാ, ഏട്ടൻ ഇത് എന്തൊക്കെയായി പറയുന്നേ? ഗോമതി സ്റ്റോറിന്റെ അടുത്തല്ലേ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു പോയതാ. ഗോമതി സ്റ്റോറിന്റെ അടുത്ത് തന്നെ വേണം നമ്മുടെ കട തുടങ്ങാൻ. കള്ളനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരറിയണം നോവിച്ച് വിട്ടത് ഒരു പാമ്പിനെയാണെന്ന്. അങ്ങനെ പറ. പിന്നെ സൂന്യെ, നാളെ ധർമ്മൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയ നീ വേണം കൈകാര്യം ചെയ്യാൻ. പറഞ്ഞ് സമാധാനിപ്പിക്കണം. എനിക്ക് ദേഷ്യം വന്നാ പൂട്ടി താക്കോലെടുത്ത് ഞാനങ്ങ് പോവും. അച്ഛതേട്ടാ, നോക്ക്, ഇനി സുകന്യയാ ഈ കടയിലെ ആള്. ധർമ്മേട്ടന് വേണ്ടിയാ അച്ഛതേട്ടൻ ഈ കട തുടങ്ങിയതെങ്കിലും എന്നെ സംബന്ധിച്ച് ഇതെന്റെ കടയാ. ആർക്ക് വേണ്ട എങ്കിലും ഞാനിത് വിട്ടുകളയില്ല. അച്ഛതേട്ടൻ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ കട തുടങ്ങിയത് അത് ഈ സുകന്യ സാധിച്ചു തരും. ഗോമതി സ്റ്റോർ നമ്മൾ പൂട്ടിക്കും. മതി, അത് മതി. ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാ മതി. അല്ല, ഇവിടെ പുതിയ കട തുടങ്ങുന്ന കാര്യം അവിടെ ബാലേട്ടൻ അറിഞ്ഞു കാണില്ലേ? പൂർണ്ണ രഹസ്യമായിട്ടാ ഞാൻ കാര്യങ്ങൾ നീക്കിയത്. ഇനിയിപ്പോ ആരെങ്കിലും പറഞ്ഞ് ഏതോ ഒരു കട വരാൻ പോകുന്നെന്ന് അവൻ അറിയുമായിരിക്കും. പക്ഷേ ധർമ്മന്റെ കടയാണെന്നുള്ളത് നാളെ അവൻ അറിയൂ. അതുമല്ല, ദേവി വീട്ടിൽ നിന്ന് പോയതിന്റെ ഒരു ആധിയിലവൻ ഏതാണ്ട് ഒരു മരിച്ച അവസ്ഥയിലാണെന്നാ ഞാൻ അറിഞ്ഞ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലൊന്നും അവനിപ്പോ താല്പര്യമില്ല, ശ്രദ്ധ കുറവുമുണ്ട്. നാളെയാവൂ അറിയുന്നേ. ഇതറിയുമ്പോ ദേവമംഗലംകാരുടെ ഞെട്ടലിതേ എന്റെ മനസ്സിൽ കാണാം. അയ്യോ അച്ഛതേട്ടാ, എനിക്കൊരാഗ്രഹം. എന്താ? ഉദ്ഘാടനം ആയിട്ടില്ല, എന്നാലും ഈ കസേരയിൽ ഇരിക്കാനൊരാഗ്രഹം. എടി, ഇത് നിന്റെ കടയല്ലേ, ഇരുന്നോ. ചോദിക്കുന്ന എന്തിനാ? സർ, എനിക്ക് കേസ് പിൻവലിക്കണം.
ഏട്ടാ നിർത്തിയേ? നീ ഒന്ന് ഇറങ്ങി. എന്തിനാ? ആ, ഇറങ്ങനു. ഏട്ടാ എങ്ങോട്ടാ ഏട്ടാ പോകുന്നേ? ആ, നീ ഇവിടെ നിക്കേ, ഞാൻ പോരാ. ഏട്ടാ വേണ്ട. ഈ, എന്തിനാണ് ഇവിടെ കാത്തിക്കുന്നത്? ആര് കാത്തു നിൽക്കുന്നു? ഇത് പബ്ലിക് റോഡല്ലേ. ഓ, അല്ലാതെ എന്റെ പെങ്ങളെ കാണാനായി നിന്നല്ല നീ. നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ. നീ എന്താടാ കളിയാക്കാണോ? കഴിഞ്ഞ തവണ ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതാ എന്റെ പെങ്ങളെ ശല്യപ്പെടുത്തരുന്ന്, അവളുടെ പിന്നാലെ നടക്കരുതെന്ന്. എടാ, അതിന് ഞാൻ നിന്റെ പെങ്ങളെ ശല്യപ്പെടുത്തിയോ? നീ ചോദിക്ക്. നിന്റെ പെങ്ങളവിടെ നിപ്പുണ്ടല്ലോ. അനു, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ? ഡാ, നീ എന്തിനാണ് അവളോട് സംസാരിക്കുന്നത്? നീ എന്നോട് സംസാരിക്കടാ. എനിക്കും അനുവിനും ഇടയ്ക്ക് നിന്റെ ആവശ്യമില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഡാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ പെങ്ങളുടെ അടുത്തേക്ക് നീ ചെല്ലരുത്. അത് നിനക്ക് നല്ലതിനല്ല. അനു, എനിക്ക് നിന്നോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നിന്റെ ചേട്ടൻ ഇത് എന്തിന്റെ സൂക്കേടാ? ഞാൻ അവനുമായിട്ട് ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നീ പോയിക്കോ. ആര്യൻചേട്ടാ, ഇവന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയട്ടെ. ഇവനൊരു പുല്ലും പറയുന്നില്ല. നീ ഒന്ന് അടങ്ങി നിൽക്കാനു. ആര്യ, ഞാൻ പറയുന്നത് കേൾക്കാൻ അനു റെഡിയാണ്. പിന്നെ നിനക്കെന്താ പ്രശ്നം? എടാ, എനിക്ക് പ്രശ്നമുണ്ട്. നീ കാരണേ ഇവളുടെ ജീവിതം എവിടം വരെ എത്തിയെന്ന് ഞങ്ങൾക്കറിയാം. ഇവളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ചതെന്ന് നിനക്കറിയോ? ഇനി നീ ഇവളുടെ അടുത്തേക്ക് വരണ്ട. അനു, നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ച് നിന്നോട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി. അവരെ നീ ബ്ലോക്ക് ചെയ്തു. എടാ, അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ നിനക്ക്? എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും എനിക്ക് പറയാനുള്ളൂ എന്ന് കേക്കനു. അതിനുവേണ്ടിയാ ഞാൻ ഇവിടെ വന്ന് നിന്നത്. അത് കഴിഞ്ഞിട്ട് നീ പോയിക്കോ. ഞാൻ പിന്നെ നിന്നെ ശല്യം ചെയ്യത്തില്ല. 5 മിനിറ്റ് അല്ല, 1 മിനിറ്റ് പോലും ഇനി നീ ഇവളോട് സംസാരിക്കണ്ട. നിനക്ക് പറയാനുള്ളത് കേൾക്കാനേ എനിക്ക് താല്പര്യമില്ല. ഇനി ഞാൻ പോകുന്ന വഴിയിൽ എന്നെ കാത്തു നിൽക്കരുത്, മനസ്സിലായല്ലോ? കേട്ടല്ലോ? ഇനി നീ ഇവളെ ശല്യപ്പെടുത്താൻ ശ്രമിച്ച പിന്നെ ഞാൻ മറുപടി പറയുന്നേ നാക്കൊണ്ടാവില്ല, എന്റെ കൈ കൊണ്ടായിരിക്കും. നീ ആരാടാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. നീ അങ്ങ് ഓവറായിട്ട് ആള് കളിക്കരുത്. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് തന്നെയല്ലേ സംസാരിച്ചത്? കഴിഞ്ഞ തവണയും ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ട് പോയ നീയല്ലേ? അപ്പോഴും ഞാനൊന്നും പറയാതെ ക്ഷമിച്ചു. എന്ന് വെച്ച് എപ്പോഴും ഞാൻ അങ്ങനെ ആവണമെന്നില്ല. ഞാനും പ്രതികരിക്കും. നീ പ്രതികരിക്കടാ. നിന്നോട് പ്രതികരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പ്രതികരിക്കും. അതിന് നിന്റെ അനുവാദം വേണ്ട. ഓടാ, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്ത് കാണിക്കടാ. എനിക്കും അനുവിനും ഇടയില് നീ ആരാടാ? ഞാൻ അവളുടെ ചേട്ടനാടാ. ഹലോകെ, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ പിന്നാലെ വന്ന് എന്നെ ശല്യപ്പെടുത്തരുത്. ആര്യൻചേട്ടാ, വാ വന്നേ. എന്റെ കൈ കൊണ്ട് എന്നെ തീരണമെന്ന് നീ വാശി പിടിക്കരുത്. നമുക്ക് പോവാം. അനുവിന് ഒരു പ്രശ്നമില്ല. പ്രശ്നം അവനാ, ആര്യനാ. ശരി, ആദ്യം എന്നാ ആ പ്രശ്നം തീർക്കാം. എത്രയായി? മീനാക്ഷി, മോള് ഓഫീസിൽ നിന്ന് വരുവാണോ? ഇരിക്കും മോളെ. നിങ്ങൾക്ക് ഇനി മതിയായില്ലേ?
ഞാൻ വെറുതെ പഴയ ഓർമ്മയ്ക്ക്. പണയ ഓർമ്മയ്ക്ക് വേറൊന്നും കിട്ടിയില്ലേ? എന്തായാലും മീനാക്ഷി മോക്കെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. മീനു, നീ വന്നുവല്ലോ. വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ചെയ്തു പോയതാ. എനിക്ക് നമ്മുടെ ദൈവമംഗലത്തേക്ക് തിരിച്ചു വന്നേ പറ്റൂ. എനിക്കവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല മീനു. എടുത്തി കുറച്ചു നാളുകൂടി ക്ഷമിച്ചേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഒരു രമ്യതയിലായിട്ട് മാത്രമേ തിരിച്ചു വരുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റൂ. മീനു, ഏട്ടത്തി ചെയ്തത് അമ്മ അത്ര വേഗം മറക്കില്ല. എനിക്കും ഇത്രയ്ക്കും ഏട്ടത്തിയെ നിർബന്ധിച്ചതൊക്കെ ചെയ്യിച്ചെന്ന് മനസ്സിലാവും. പക്ഷെ ആനന്ദേട്ടനും അമ്മയ്ക്കും അത് അത്ര പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എങ്ങനെയെങ്കിലും എന്റെ അവസ്ഥ ഒന്ന് നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം മോളെ. ദേവി, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കെഞ്ചുന്നേ? അതിന് തക്ക എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്? സ്ത്രീകളെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ഏട്ടത്തെ കൊണ്ട് ഇത്രയും കാലം പറയിപ്പിച്ച കള്ളങ്ങളെല്ലാം ശരികളാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും കരുതുന്നേ? ഈ കോടികളുടെ ബിസിനസ്സും വിദേശത്തുള്ള ഷിപ്മെന്റും ഓസ്ട്രേലിയയും ആഫ്രിക്കയും മൗറീഷ്യസും ഒക്കെ എന്തിനായിരുന്നു? അത് പിന്നെ മീനാക്ഷി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദേവമംഗലത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് പണം ചോദിച്ചിട്ടുണ്ടോ? ഒരാള് പോലും ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചത്? എടുത്തി സമാധാനായിട്ടിരിക്കെ. ഞങ്ങളാരും എടുത്തിയെ മറക്കില്ല. നാളെ കടയുടെ ഉദ്ഘാടനമാണെന്നോ? ഏത് ഭാഗത്തായിട്ടാ കട വരുന്നത്? എനിക്കെന്തോ ഒരു തൃപ്തിക്കുറവുണ്ട്. കടയ്ക്ക് അമ്മയുടെ പേരിട്ടതാണോ തൃപ്തിക്കുറവ്? ആരാ ഫോണില്? എന്റെ ഒരു കൂട്ടുകാരി അമ്മ. നീ ഇപ്പോ ഏട്ടത്തിന്ന് വിളിച്ചാണല്ലോ സംസാരിച്ചത്.